സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്വങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം.
ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നവവൈദികന്റെ മാതാപിതാക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം നവവൈദികനിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ് ഇപ്പോൾ. മറ്റുള്ളവർ നിൽക്കുന്നിടത്ത് തന്നെ പരസ്പരം മുഖാമുഖമായി നിൽക്കുക. വിശുദ്ധ കുർബാനയുമായി ബഹുമാനപ്പെട്ട സഹവൈദികർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. മധുബഹയുടെ ഇടതുഭാഗത്തുള്ള വൈദികരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും സ്വസ്ഥാനങ്ങളിൽ നിന്നാൽ മതി. വൈദികർ വിശുദ്ധ കുർബാനയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. മാമോദീസ സ്വീകരിച്ച് കുംസാരം എന്ന കുദാശയിലൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചവർ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കുക. മറ്റുള്ള എല്ലാ സഹോദരങ്ങളും ഭക്തിപൂർവ്വം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
സ്നേഹമേ പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവത്തിൻ്റെ അൾത്താരയിലേക്കുള്ള ഈ വഴിയിൽ നവവൈദികനെ സഹായിച്ചവർ, സംരക്ഷിച്ചവർ നിരവധിയാണ്. താൻ വൈദികനായി ഉയർത്തപ്പെട്ട ഈ പുണ്യ നിമിഷത്തിൽ അദ്ദേഹം അവർക്കെല്ലാം തൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ചുരുങ്ങിയ വാക്കുകളിൽ അർപ്പിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്ന തിരുവചനത്തിൻ്റെ കൃപയാൽ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അയോഗ്യദാസനായ എന്നിൽ ചൊരിഞ്ഞ ഈ അനന്തകൃപയ്ക്ക് നന്ദി. അൾത്താരയിലേക്കുള്ള ഓരോ ചുവടിനും കരുത്തു പകർന്ന ഷേൺസ്റ്റാഡ് വൈദികർക്കും, പ്രത്യേകമായി ജനറൽ സുപ്പീരിയർ റവറൻ ഫാദർ കാൻ പാലോ, ജനറൽ കൗൺസിലർ റവറൻ ഫാദർ ഒസെല്ലോ, മറ്റെല്ലാ കൗൺസിലറിനുമുള്ള എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. Dear Father Gozello, I am happy to express my sincere gratitude for your presence and support. Thank you, dear Father. എനിക്ക് ജന്മം നൽകി മക്കൾക്കായി മാത്രം ജീവിച്ച് എന്നെ ദൈവപരിപാലനയിൽ വളർത്തി ജീവിതത്തിലുടനീളം പ്രത്യേകിച്ച് വൈദിക പരിശീലന കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ എന്നെ ശക്തിപ്പെടുത്തിയ പപ്പയ്ക്കും അമ്മയ്ക്കും എൻ്റെ ചുവടുകൾക്ക് കരുത്തായി എന്നോടൊപ്പം നിന്ന അനുജന്മാർക്കും ഒപ്പം ലില്ലി ആൻറ്റിക്കും 1000 നന്ദി. ഏറെ നാളത്തെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ ദിനത്തിനായി കാത്തിരുന്ന് ഇപ്പോൾ ബലിവേദിക്ക് മുൻപിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും, എൻ്റെ എല്ലാ ബന്ധുജനങ്ങൾക്കും, എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും സുഹൃത്തുക്കൾക്കും ചൂണ്ടലിടവകാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. എൻ്റെ ജീവിത വഴിത്താരയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പൂർവികരെയും, പ്രത്യേകമായി റവറൻ ഫാദർ GF ചൂണ്ടലിനെയും ഇത്തരണത്തിൽ ഓർക്കുന്നു. എന്നിലെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് അതിന് ശക്തി പകരാൻ പ്രചോദനമേകി നിത്യതയുടെ തീരമണിഞ്ഞ സിസ്റ്റർ ആൻറ്റിക്കും ബഹുമാനപ്പെട്ട മാർ തിമോത്തിയോസ് തിരുമേനിക്കും തീർച്ചയായും സ്വർഗത്തിലിരുന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിവിൻ്റെ തിരിതെളിയിച്ച് അക്ഷര വെളിച്ചം പകർന്നു തന്ന ചൂണ്ടൽ GUPS, മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി, പേരാമംഗലം വിജയമാതാ കോളേജ് എന്നിവിടങ്ങളിലെ എല്ലാ ഗുരുഭൂതരെയും സഹപാഠികളെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ സ്മരിക്കട്ടെ. അൾത്താരയിലേക്കുള്ള പാതയിൽ ദൈവസ്നേഹത്തിൻ്റെ പാഠങ്ങൾ എനിക്ക് പകർന്നു തന്ന ബഹുമാനപ്പെട്ട വികാരിമാർ, സിസ്റ്റേഴ്സ്, മതാധ്യാപകർ, ജീസസ് യൂത്ത് അംഗങ്ങൾ എന്നിവരെയെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ വൈദിക പരിശീലന ഘട്ടത്തിൻ്റെ ആദ്യഘട്ടം ഞാൻ ചെലവ് കഴിച്ച ആനത്തടം മേരി മാതാ ഷേൺസ്റ്റാഡ് ഭവനത്തിലെ എൻ്റെ റെക്ടറും ഇപ്പോഴത്തെ റീജിയണൽ സുപ്പീരിയറും ഈ തിരുക്കർമ്മത്തിൻ്റെ ആർച്ച് ഡീക്കനുമായ
ബഹുമാനപ്പെട്ട ജോയ് മടത്തുമുടി അച്ഛ, അച്ഛൻ്റെ സ്നേഹം ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനോടൊപ്പം എനിക്ക് സഭയെ പരിചയപ്പെടുത്തി തന്നത് ജോയ് പുതുശ്ശേരി അച്ഛനാണ്. എൻ്റെ തിയോളജി പഠന കാലഘട്ടത്തിൽ റെക്ടറായും ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികനായും എന്നോടൊപ്പം ബലിവേദി പങ്കിട്ട റവറൻ ഫാദർ ജോയ് പുതുശ്ശേരി അച്ഛനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മൈനർ സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ച എല്ലാ മറ്റു വൈദികർക്കും അധ്യാപകർക്കും എൻ്റെ നന്ദി. മൈനർ സെമിനാരിയിൽ അഡ്മിനിസ്ട്രേറ്ററായും ഇന്നത്തെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഒരുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോയ് കൊഴുക്കട്ടച്ചനെ പ്രത്യേകം നന്ദി. ഫിലോസഫി പഠനത്തിന് എന്നെ സഹായിച്ച മംഗലപ്പുഴ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും തിയോളജി പഠനം നടത്തിയ ബാംഗ്ലൂരിലെ സെൻറ്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും എല്ലാ വൈദികർക്കും പ്രത്യേകം നന്ദി. അന്നത്തെ ആധ്യാത്മിക പിതാവായിരുന്ന ബഹുമാനപ്പെട്ട ഉങ്കിളച്ചനെയും പ്രത്യേകം ഓർക്കുന്നു. ഡിയർ ഫാദർ ഉങ്കിൾ, I extend my heartfelt thanks for your continuous support and thank you, dear Father, your esteemed presence. എൻ്റെ വൈദിക പഠന കാലഘട്ടത്തിൽ എന്നെ പരിശീലിപ്പിച്ച റവറൻ ഫാദർ ഫ്രാൻസിസ് റാമ്പിക്കൽ, റീജൻസി മാസ്റ്ററായിരുന്ന റവറൻ ഫാദർ ബിജോയ് കൊട്ടക്കുടിയിൽ, തിയോളജി റെക്ടറായിരുന്ന റവറൻ ഫാദർ സേവിയർ മാണിക്കത്താനച്ചൻ, ടെർഷിപ്പ് മാസ്റ്ററായിരുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ പന്തപ്പള്ളി അച്ഛനെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. തിയോളജി ഹൗസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന ഇന്നത്തെ തിരുപ്പട്ടത്തിൻ്റെ കമാൻഡറി മനോഹരമായി നടത്തിയ ബഹുമാനപ്പെട്ട ഷെറിൻ കന്നപ്പള്ളി അച്ഛനെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. വിവിധ ഇടവകളിലായി സൺഡേ മിനിസ്ട്രി ചെയ്യാൻ അവസരം ലഭിച്ച ലിറ്റിൽ ഫ്ലവർ ചർച്ച് കുറുമശ്ശേരി, സെൻറ്റ് സേവിയേഴ്സ് ഫൊറാന ചർച്ച് മംഗലണ്ടാം, ഇൻഫൻറ്റ് ജീസസ് ചർച്ച് ബാലേശ്വരം, സെൻറ്റ് ജോസഫ് ഫൊറാന ചർച്ച് ഒലവക്കോട്, സെൻറ്റ് തോമസ് ചർച്ച് ജാലഹള്ളി ബാംഗ്ലൂർ, സെൻറ്റ് തോമസ് ചർച്ച് ആനത്തടം എന്നിവിടങ്ങളിലെ ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും ഇടവക ജനത്തെയും ഒപ്പം യുണൈറ്റഡ് വിത്ത് മദേഴ്സ് ഗ്രേസ് UMGയിലെ എല്ലാ സുഹൃത്തുക്കളെയും മേരി മാതാ ഷ്വൻസ്റ്റാട്ട് അക്കാദമിയിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഡീക്കനായതിനു ശേഷം ഞാൻ കടന്നു ചെന്ന വരടിയം സെൻറ്റ് ആന്റണീസ് ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻ ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ചാരിറ്റി ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ്, ജീവാലയ ബോയ്സ് ഹോമിലെ എല്ലാ അച്ഛന്മാരോടും എല്ലാ കുട്ടികളോടും വരടേയും ഇടവകയിലെ എല്ലാ ദൈവജനത്തോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രഥമ ദിവ്യബലി അർപ്പിക്കുവാൻ എന്നെ ഒരുക്കിയ ബഹുമാനപ്പെട്ട ജിജു കിലുക്കൻ അച്ഛനും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും എന്നെ അനുഗ്രഹിക്കുന്ന ബാബു അച്ഛനും ഷാജൻ അച്ഛനും പ്രത്യേകം നന്ദി. MTA റീച്ചിൽ നിന്നും കടന്നു വന്ന എല്ലാ വൈദികർക്കും പ്രത്യേകിച്ച് എൻ്റെ കോഴ്സ് ബ്രദേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. തിരുപ്പട്ടദാന ശുശ്രൂഷ ഏറെ മനോഹരമാക്കുവാൻ ആത്മാർത്ഥമായി പ്രയത്നിച്ച ഷ്വൻസ്റ്റാട്ട് സിസ്റ്റേഴ്സിനോടും പ്രാർത്ഥനയാൽ എന്നെ ശക്തിപ്പെടുത്തിയ ലേഡീസ് ഓഫ് ഷ്വൻസ്റ്റാട്ടിലെ എല്ലാ സിസ്റ്റേഴ്സിനോടും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. തിരുപ്പട്ടത്തിനായി ആധ്യാത്മികമായി എന്നെ ഒരുക്കിയ ആൻ്റണി തോട്ടാൻ അച്ഛനും മരിയാപുരത്തെ നിത്യാരാധന കേന്ദ്രത്തിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ആത്മീയ വഴികളിൽ ഉണർവേകിയ വിൻസെൻറ്റിൻ സഭയിലെ എല്ലാ വൈദികരോടും, ചൂണ്ടൽ, സെന്റ് തോം, മരീന ഹോം, സെൻറ്റ് ജോസഫ് എന്നീ മഠങ്ങളിലെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, ഈ ഇടവകയിൽ നിന്നുള്ള എല്ലാ വൈദികരോടും, സിസ്റ്റേഴ്സിനോടും, ഡീക്കനോടും ബ്രദറിനോടും എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ തിരുപ്പട്ട കൂദാശ കർമ്മങ്ങളെ മനോഹരമാക്കാൻ പ്രയത്നിക്കുകയും ഇടവക ജനത്തെ പ്രാർത്ഥനാപൂർവം ഒരുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ചെറിയാൻ പാറക്കലച്ചനോടുള്ള എൻ്റെ കടപ്പാടും നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കട്ടെ. തിരുപ്പട്ടം അതിമനോഹരമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച കൈക്കാരന്മാർ,
പള്ളി പ്രതിനിധി അംഗങ്ങൾ, ദേവാലയ ശുശ്രൂഷി സിൻഡോ, യുവജനങ്ങൾ, അൾത്താര സംഘം, ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, ബാൻഡ് സെറ്റ് ടീം എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. മനോഹരമായ ഗാനങ്ങളിലൂടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സജീവമാക്കിയ ഹോളി സ്ട്രിങ്സിനോടും ശബ്ദവും വെളിച്ചവും പന്തലും ഭക്ഷണവും ഒരുക്കിയ എല്ലാ സുമനസ്സുകളോടും സിയോൺ സ്റ്റുഡിയോ ടീമിനോടും CCTV മീഡിയ പ്രവർത്തകരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. അവസാനമായി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പുമ്പോൾ ഒരു നിമിഷം എന്നെയും ഓർക്കണമേ. നിറഞ്ഞ മനസ്സോടെ നന്ദി.